ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ക്രീമി ചിക്കൻ ബോക്സാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ആദ്യം തന്നെ ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് സോയാ സോസാണ്. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂണ് ചില്ലി സോസ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ ഞാനിതിലേക്കൊരു സ്പെഷ്യൽ മസാല പൗഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. ആ മസാല എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഉണ്ടാക്കേണ്ട രീതി ഞാൻ സൈഡിൽ ഒന്ന് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒനിയൻ, പിന്നെ ക്യാബേജ്, ടൊമാറ്റോ, പിന്നെ ക്യാപ്സിക്കോ, സ്പ്രിംഗ് ഒനിയൻ, കുക്കുംബർ ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് കുക്കാവൊന്നും വേണ്ട, ഒരു ഹാഫ് കുക്കാവുന്നതിലേക്കൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രീം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ബട്ടറാണ് എടുത്തിട്ട്, ഇനി ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി. ഇതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൈദപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് കൂളായതിൻ്റെ ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഇനി
ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ടിത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ചീസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീസ് ആഡ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല. മടിയാണ്, ഭയങ്കര മടിയായതുകൊണ്ടാണ് ഇടാഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. ഓയിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഒരു ഗോൾഡിഷ് കളർ ആയതിൻ്റെ ശേഷം നമ്മൾ എടുത്ത് മാറ്റി വെക്കേണ്ടതാണ്. എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ല, ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ക്രീമി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു മസാലൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.